അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു ആണെങ്കിൽ അർച്ചനയോട് ചെറിയ പണക്കത്തിലായിട്ട് ചന്ദ്രകാന്തത്തിലാണ് താമസിക്കുന്നത്. ചിന്നുവിനോട് അർച്ചന പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന്. അതനുസരിച്ചിട്ട് ഇതൊരു അവസരം കിട്ടിയതായിട്ട് ചിന്നു അവിടെ പോയിരിക്കുകയാണ്. അതേസമയം ആര്യയ്ക്കിപ്പോൾ ചിന്നുവിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചന്ദ്രയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് അർച്ചനയോട് ആര്യ പോയി കെഞ്ചിയതും ആര്യ അത് സമ്മതിച്ച് അർച്ചനയെ ഇറക്കിയതിന് ശേഷം ആര്യയ്ക്ക് അർച്ചനയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അത് കാരണം ചന്ദ്ര ചിന്നുവിന് എന്ത് പണി കൊടുത്താലും ആ പണിയുടെ സമയത്ത് തന്നെ ആര്യ അവിടെ വരികയും ആര്യ ചിന്നുവിനെ രക്ഷിക്കുകയും ചെയ്യണം. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ തന്നെ വിജയശങ്കറിന് അതിയായ സന്തോഷമുണ്ട്. കാരണം തൻ്റെ രണ്ട് പെൺമക്കളും നല്ല സ്നേഹത്തോടെ കഴിയുന്നത് കാണുന്നത് തന്നെയാണ് വിജയശങ്കറിന് ഇഷ്ടം. അതേസമയം ആര്യ ഇങ്ങനെ ചിന്നുവിനോട് സപ്പോർട്ട് ചെയ്യുന്നത് ചന്ദ്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതല്ല, അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ എന്നിങ്ങനെ ചിന്നുവിനോട് പറയണം കേട്ടോ. അതേസമയം ആര്യയോട് പറയണം കേട്ടോ. ആര്യ പറയുന്നുണ്ട്, അമ്മേ ഇത് അച്ഛൻ്റെ മോളാണ്, അത് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയെ ദ്രോഹിക്കാനാണോ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ചന്ദ്ര എന്ത് ചെയ്താലും അവളെ രക്ഷിക്കാനായിട്ട് ആര്യ അവിടെ എത്തണം. അവസാനം ചന്ദ്രയ്ക്ക് സഹി കേട്ടിട്ട് ചന്ദ്ര പറയണം, ഇതേ നിൻ്റെ ചേച്ചി കിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പോവും, അത് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ നിനക്ക് ഉണ്ടാകുള്ളൂ, നിൻ്റെ അച്ഛനും, അത് നിനക്ക് ഓർമ്മ വേണം എന്നിങ്ങനെ ചന്ദ്ര ആര്യയോട് പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എപ്പോഴും എൻ്റെ ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, എനിക്കൊരിക്കലും ഇനി ചേച്ചിയെ വെറുക്കാനോ അതുപോലെ തള്ളിക്കളയാനോ എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ ചേച്ചിയെയും അമ്മയെയും അച്ഛനെയും എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കും ചന്ദ്രയ്ക്ക് വീണ്ടും മുറിഞ്ഞു തുള്ളുകയാണ് കേട്ടോ. ചന്ദ്ര പറയും, ഇതിനെല്ലാം നിനക്കുള്ള പാഠം നിനക്ക് കിട്ടിക്കോളും ചിന്നുവിൻ്റെ നിന്ന്, അപ്പം തന്നെ നീ പഠിക്കുകയുള്ളൂ എന്നിങ്ങനെ ചന്ദ്ര ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.